ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കയിലെ അറഫ ദിവസം കണ്ടെത്താൻ കഴിയുമായിരുന്നിട്ടും, അഥവാ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം എപ്പോഴാണ് എന്ന് കണ്ടെത്താൻ കഴിയുമായിരുന്നിട്ടും ആ ദിവസമാണ് നോമ്പ് നോക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് അവർ മക്കയിലെ അറഫ ദിവസം കണ്ടെത്താൻ കഴിയുമായിരുന്നിട്ടും അവർ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടില്ല. സഹാബത്ത് റളിയല്ലാഹുവിനെ പിൻപറ്റിയാൽ സ്വർഗം എന്ന് അള്ളാഹു സൂറത്ത് തൗബയിലെ 100-ാം വചനത്തിൽ പറഞ്ഞതാണ്. വസ്സാബിഖൂനൽ അവ്വലീന മിനൽ മുഹാജിരീന വൽ അൻസാർ. ആദ്യമായി മുൻകടന്നു വന്നവർ മുഹാജിറുകൾ, അതായത് സഹാബാക്കൾ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയവർക്കാണ് മുഹാജിറുകൾ എന്ന് പറയുന്നത്. വൽ അൻസാർ, അൻസാറുകൾ എന്ന് പറഞ്ഞാൽ മദീനക്കാർ, അവരെ ഹിജറക്കാരെ സ്വീകരിച്ചവർ. വല്ലദീന തബിയൂഹും ബിഇഹ്സാൻ, ആരൊക്കെ അവരെ പിൻപറ്റുന്നു കൃത്യമായിട്ട്. അഅദ്ദലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലിക്കൽ ഫൗസുൽ അലീം. അവർക്ക് സ്വർഗത്തോപ്പുകളുണ്ട്, അതാണ് മഹത്തായ വിജയം. അപ്പോൾ ആരൊക്കെ അവരെ പിൻപറ്റുന്നുവോ, മുഹാജിറുകളെയും അൻസാറുകളെയും, അപ്പം ബാക്കിയുള്ള സഹാബാക്കൾ റളിയല്ലാഹു അൻഹും പെട്ടു. പിന്നെ ആരൊക്കെ പിൻപറ്റിയോ അതിനുശേഷം അവരൊക്കെ എന്താവും, അവർക്ക് സ്വർഗമുണ്ട് എന്ന് അള്ളാഹു സൂറത്ത് തൗബയിലെ 100-ൽ പറയുകയാണ്. ഇനി പിൻപറ്റിയിട്ടില്ലെങ്കിൽ നരകം എന്നും അള്ളാഹു സൂറത്ത് നിസായിലെ 115-ൽ പറയുന്നുണ്ട്. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അല്ലാത്തൊരു മാർഗം ആരെങ്കിലും പിൻപറ്റിയാൽ, അന്നത്തെ മുഅ്മിനീങ്ങൾ ആരെ ഈ ആയത്തിറങ്ങുമ്പോൾ സത്യവിശ്വാസികൾ ആരാത്? സഹാബാക്കൾ റളിയല്ലാഹു അൻഹും. അവരെ പിൻപറ്റിയിട്ടില്ലെങ്കിൽ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം. ആ പിൻപറ്റാണ്ട് അവർ ഏതൊരു വഴിയിലേക്ക് പോയോ അവരെ ആ വഴിയിലേക്ക് അള്ളാഹു തിരിച്ചുവിടും, എന്നിട്ട് നരകത്തിലിട്ട് കരിക്കുമെന്ന് സൂറത്ത് നിസാ 4-ാം അധ്യായം 115-ാം വചനത്തിൽ പറയുന്നുണ്ട്. ഈ ഖുർആൻ ഇറങ്ങിയതിന് സാക്ഷികളായവരാണ് സഹാബാക്കൾ റളിയല്ലാഹു അൻഹും. അങ്ങനെ അള്ളാഹു ഖുർആനിൻ്റെ വ്യാഖ്യാനവും അർത്ഥവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുമ്പം ഇത് സൂറത്ത് ഖിയാമയിൽ 18 പറയുന്നുണ്ട്. സുമ്മ ഇന്ന അലൈന ബയാന, അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കൽ അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. ആ ബയാൻ ചെയ്തത്, വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തത്, അർത്ഥം പറഞ്ഞു കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ പറഞ്ഞു കൊടുക്കുന്നത് സഹാബാക്കൾക്കാണ് റളിയല്ലാഹു അൻഹും. അത് സൂറത്ത് നഹ്ൽ 16-ാം അധ്യായം 44-ാം വചനത്തിൽ പറയുന്നുണ്ട്. ലിതുബയ്യിന ലിന്നാസ്, അന്നത്തെ ജനങ്ങൾ സഹാബാക്കൾ റളിയല്ലാഹു അൻഹു അത് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നു, അത് വിശദീകരിച്ചു കൊടുക്കുന്നു, അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് അവർക്കാണ് ഖുർആനിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിച്ചത് കൊണ്ട്, അത് അള്ളാഹുവിനെ നേരിട്ട് പഠിച്ചത് കൊണ്ട് അവർക്കാണ് അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും ശരിയായി അറിയുക. അതേപോലെ തൗറാത്തിലും ഇഞ്ചീലിലും അവരെ പരാമർശിച്ചിട്ടുണ്ട്. ഇത് സൂറത്ത് 10-ന്റെ അവസാനത്തെ ആയത്ത് കാണാം. ആ ആയത്തിലും അങ്ങേയറ്റം പ്രശംസിക്കുകയാണ് സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിനെ. അതേപോലെ അവരെ കൊണ്ട് അള്ളാഹു തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെ കൊണ്ടും തൃപ്തിപ്പെട്ടു. റളിയല്ലാഹു അൻഹും വറളു അൻഹും എന്ന് നേരത്തെ പറഞ്ഞ സൂറത്ത് തൗബയിലെ 100-ാം വചനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് സഹാബാക്കളെ പിൻപറ്റുക എന്നത് ഓരോ മുസ്ലിമും ചെയ്യേണ്ട കാര്യമാണ് എന്ന് നമുക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലാകും. ബാറക്കല്ലാഹു ഫീക്കും. ഇനി നമുക്ക് അറഫ നോമ്പിൻ്റെ വിഷയത്തിൽ നമുക്ക് പരിശോധിക്കാം. സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിനെ. മദീനയിലുള്ളവർക്ക് മക്കയിൽ ദുൽഹജ്ജ് 1 അറിഞ്ഞാൽ 9 വരെ സമയമുണ്ട് അറഫ ദിനം എപ്പോഴെന്ന് കണ്ടുപിടിക്കാൻ. അങ്ങനെ അറഫയിൽ ദുൽഹജ്ജ് 9-ാം ദിവസം തന്നെ നോമ്പ് നോക്കാം. ബാറക്കല്ലാഹു ഫീക്കും. മക്കയിൽ നിന്ന് ദുൽഹജ്ജ് 1-ന് കുതിരയുടെ മേൽ പുറപ്പെട്ടാൽ 9-ന് മുമ്പ് മദീനയിലെത്താം ഇൻഷാ അല്ലാഹ്. അങ്ങനെ മക്കയിലെ 1-ാം തീയതി എപ്പോഴാണെന്ന് മദീനക്കാർക്ക് അറിയിച്ചു കൊടുത്താൽ അവർക്ക് മക്കയിൽ ഹാജിമാർ നിൽക്കുന്ന ദിവസം എപ്പോഴാണെന്ന് അറിയുകയും ദുൽഹജ്ജ് 9-ന് മദീനക്കാർക്ക് നോമ്പ് നോക്കുകയും ചെയ്യാം. ബാറക്കല്ലാഹു ഫീക്കും.
ഇതിനുള്ള തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒട്ടകപ്പുറത്ത് ഹിജറ പോയപ്പോൾ ചില സ്ഥലങ്ങളിൽ താമസിച്ചത് ഒഴിവാക്കിയാൽ ഒരാഴ്ച കൊണ്ട് മദീനയിൽ എത്തിയിരുന്നുവെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് തന്നെ ഹജ്ജിന് പുറപ്പെട്ടപ്പോൾ, അതായത് മദീനയിൽ നിന്ന് മക്കയിലേക്ക്, അപ്പോഴും 8 ദിവസം കൊണ്ട് തന്നെയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയത് എന്നും കാണാം. ഇത് റഹീഖുൽ മക്തൂം ഇമാം മുബാറക് പൂരി റഹിമഹുല്ലയുടെ പ്രസിദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുന്ന ഗ്രന്ഥമാണ്. സൗദിയിലെ ഫൈസൽ അത് അവാർഡ് കിട്ടിയ ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത് 8 ദിവസം അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിൽ ചെലവഴിച്ചു. അത് ശരാശരി കാലയളവായിരുന്നു. അതുകൊണ്ട് ഒട്ടകപ്പുറത്ത് 8 ദിവസമേ എടുക്കുമെങ്കിൽ കുതിരപ്പുറത്ത് അതിനേക്കാൾ കുറഞ്ഞ ദിവസങ്ങളെ എടുക്കുകയുള്ളൂ. എന്നാൽ മക്കയിലെ ദുൽഹജ്ജ് ഒന്ന് കണ്ടുപിടിക്കണം, അറിയാനുള്ള മാർഗങ്ങൾ തേടണം. അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഹദീസോ അസറോ ഇല്ല. ഒട്ടക സംഘത്തിൻ്റെയും അറാബികളുടെയും മാസപ്പിറവി ദർശനം സ്വീകരിച്ച റിപ്പോർട്ടുകളുണ്ടല്ലോ, നമുക്കറിയാലോ. ഒട്ടക സംഘത്തിൻ്റെ റിപ്പോർട്ട് സ്വീകരിച്ചിട്ടുണ്ട്, അറാബികളുടെ മാസപ്പിറവി ദർശനം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ മക്കയിൽ നിന്ന് സാധാരണയായി പുറപ്പെടുന്ന ഒരു യാത്രക്കാരനിൽ നിന്ന് പോലും മക്കയിൽ ദുൽഹജ്ജ് 1 വിവരം മദീനക്കാർക്ക് നൽകുന്ന ഒരു റിപ്പോർട്ടുമില്ല. ബാറക്കല്ലാഹു ഫീക്കും. സഹാബികളുടെ കാലത്ത് പല കാര്യങ്ങൾക്കായി ഉദ്യോഗസ്ഥരെ അയച്ചിട്ടുണ്ട്, സക്കാത്ത് പിരിക്കാനും ജിസിയ പിരിക്കാനും കത്തുകൾ അയക്കാനും. എന്നാൽ നോമ്പിൻ്റെ കാര്യത്തിൽ ഇതുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അറഫ നോമ്പിൻ്റെ ഹദീസുകളിൽ നിന്നും മക്കയിൽ ദുൽഹജ്ജ് 9-ാം ദിവസമാണ് നോമ്പ് എന്ന് മദീനയിലെ സഹാബികൾ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിട്ടില്ല. അതായത് ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസമാണ് നോമ്പ് നോക്കേണ്ടത് എന്ന് സഹാബാക്കൾ മനസ്സിലാക്കിയിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. കാരണം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്ത് ചെയ്യാം, മക്കയിലെ ഒന്ന് കണ്ടുപിടിച്ച് പിന്നെ മദീനക്കാർക്ക് എന്ത് ചെയ്യാം, ദുൽഹജ്ജ് 9-ന് തന്നെ നോമ്പ് നോക്കാമായിരുന്നു. പ്രയാസങ്ങളൊന്നുമില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇന്ന് നമുക്ക് ഹാജിമാർ നിൽക്കുന്നത് എപ്പോഴെന്ന് അറിയാം. ഉദാഹരണത്തിന് മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് വഴിയൊക്കെ അറിയാം എന്ന് പറയുന്നവർ മനസ്സിലാക്കുക, സഹാബത്തിനും റളിയല്ലാഹു അൻഹും അന്നത് സാധ്യമായിരുന്നു. പക്ഷെ അവർ അത് ചെയ്തില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. മക്കയിൽ ദുൽഹജ്ജ് 9-ാം ദിവസം തന്നെ നോമ്പ് നോക്കണമെന്നാണ് അറഫ നോമ്പിൻ്റെ ഹദീസുകൾ പഠിപ്പിക്കുന്നതെങ്കിൽ നിർബന്ധമായും മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഹാബികളുടെ കാലത്ത് മക്കയിൽ ദുൽഹജ്ജ് 1 എപ്പോഴെന്ന റിപ്പോർട്ട് പോകണം. അന്നങ്ങനെ റിപ്പോർട്ട് നൽകാൻ ഒരു പ്രയാസവുമില്ല. വ്യക്താക്കിയല്ലോ. മറ്റൊന്ന്, ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസമാണ് നോമ്പ് നോക്കേണ്ടത് എന്ന അഭിപ്രായമുള്ളവർക്ക് മക്കയിൽ പെരുന്നാളാകുമ്പോൾ മദീനക്കാർ നോമ്പ് നോറ്റാൽ അത് ഹറാമുമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അല്ലേ, നമ്മളോട് ഇങ്ങനെ പറയില്ലേ, സൗദിയിൽ പെരുന്നാളാകുമ്പോൾ നമുക്കിങ്ങനെ നോമ്പ് നോക്കുക ഹറാമാണ്. അതേപോലെ തന്നെ മക്കയിൽ ദുൽഹജ്ജ് 1 മദീനക്കാർക്ക് നോമ്പായാൽ ഹറാമല്ലേ. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് മക്കയിൽ ദുൽഹജ്ജ് 1 എപ്പോഴെന്ന റിപ്പോർട്ട് എല്ലാ വർഷവും നിർബന്ധമായി പോകണം. കാരണം ഹറാം വരാൻ പാടില്ലല്ലോ. പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഒരു ഹദീസോ അസറോ തെളിവായി ഇല്ല എന്നത് വ്യക്തമാക്കുന്നത് അറഫ നോമ്പിൻ്റെ ഹദീസുകൾ പഠിപ്പിക്കുന്നത് മക്കയിൽ ദുൽഹജ്ജ് 9-ാം ദിവസം എപ്പോഴാണോ അന്ന് തന്നെ നോമ്പ് നോക്കണം എന്നല്ല എന്ന വസ്തുതയാണ്. മാത്രമല്ല മക്കയിൽ ദുൽഹജ്ജ് 10-ന് പെരുന്നാൾ ദിവസം മദീനയിൽ നോമ്പ് ഹറാമാവില്ല. കാരണം മദീനയിൽ അന്ന് ദുൽഹജ്ജ് 9 നോമ്പിൻ്റെ ദിനമാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലും ദുൽഹജ്ജ് 9 ആകുമ്പോൾ സൗദിയിൽ പെരുന്നാളായാൽ പെരുന്നാൾ ദിവസം നോമ്പനുഷ്ഠിച്ച് ഹറാം ചെയ്തു എന്നിവയില്ല. കാരണം നാട്ടിൽ ദുൽഹജ്ജ് 9 നോമ്പിൻ്റെ ദിവസവും സൗദിയിൽ ദുൽഹജ്ജ് 10 പെരുന്നാൾ ദിവസവുമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, സഹാബികൾ റളിയല്ലാഹു അൻഹും അമൽ ചെയ്ത പോലെ അമൽ ചെയ്യലാണ് നന്മ. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. ഇതാണ് സലഫു സാലിഹീങ്ങളുടെ മാർഗം. അതാണ് ഈ വിഷയത്തിൽ സുന്നത്തും
അതേപോലെ സഹാബികളെക്കുറിച്ചുള്ള ആയത്തുകൾ ഞാൻ നേരത്തെ ഉദ്ധരിച്ചല്ലോ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിച്ചവരാണ്. അതുകൊണ്ട് അവരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അതിൽ നിന്ന് വ്യതിചലിച്ചാൽ അത് ഭിന്നതയ്ക്ക് കാരണമാകും. അറഫ നോമ്പ് മക്കയിൽ ദുൽഹജ്ജ് 9-ാമത്തെ ദിവസം ആണോ അതോ നാട്ടുകാരുടെ കൂടെയാണോ നോക്കേണ്ടത് എന്നത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സഹാബികൾ അറഫ നോമ്പിനെ മനസ്സിലാക്കിയതിനോട് യോജിക്കുന്ന അഭിപ്രായം നാട്ടുകാരുടെ കൂടെ നോക്കുക എന്നതാണ്. സഹാബികൾ അമൽ ചെയ്ത പോലെ അമൽ ചെയ്യലാണ് ഏറ്റവും ശരി. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സൗമു യൗമു തുസൂമൂൻ വൽ ഫിത്റു യൗമു തഫ്തുറൂൻ വൽ അദ്ഹ യൗമ തദ്ഹൂൻ. നോമ്പ് നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസമാണ്. നോമ്പ് മുറിക്കുന്നത് പെരുന്നാൾ നിങ്ങൾ നോമ്പ് മുറിക്കുന്നത് അഥവാ പെരുന്നാൾ നിങ്ങൾ നോമ്പ് മുറിക്കുന്ന ദിവസമാണ്. അത് പെരുന്നാൾ ദിവസം. ബലി നിങ്ങൾ ബലി അറുക്കുന്ന ദിവസമാണ്. അപ്പം നോമ്പ് നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസമാണ്. പെരുന്നാൾ നിങ്ങളുടെ പെരുന്നാൾ ദിവസമാണ്. ബലി നിങ്ങളുടെ ബലി അറുക്കുന്ന ദിവസമാണ്. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ളയുടെയും തിർമുദി റഹിമഹുള്ളയുടെയും അഭിപ്രായം യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടും, ചുറ്റുമുള്ള മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ കൂടെ നോമ്പ് എടുക്കുക, അവരുടെ കൂടെ നോമ്പ് മുറിക്കുക അഥവാ പെരുന്നാൾ ആരംഭിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ള പറഞ്ഞു, ശരീഅത്ത് ഭിന്നതയെയും അനൈക്യത്തെയും വെറുക്കുന്നു, ഐക്യത്തെയും യോജിപ്പിനെയും അത് പ്രോത്സാഹിപ്പിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. ഇങ്ങനെയാണ് ഐക്യം നമ്മുടെ ചുറ്റുമുള്ള മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ കൂടെ, നമ്മളുടെ കുടുംബത്തിൻ്റെ കൂടെ, നമ്മളുടെ അയൽപക്കക്കാരുടെ കൂടെ ആയിരിക്കണം നമ്മൾ നോമ്പും പെരുന്നാളും. അതാണ് ഐക്യത്തിൻ്റെ മാർഗം. ബാറക്കല്ലാഹു ഫീക്കും. ഇത് ഷെയ്ഖ് ബിൻ ബാസ് പറഞ്ഞത് റഹിമഹുല്ല മജ്മു ഫത്തവായിലാണ്, വോള്യൂം 15 പേജ് 82. തിർമിദി റഹിമഹുല്ലയുടെ 2-ാം വോള്യൂം 37-ാം പേജിൽ കാണാം. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.